സ്ഥലസൗകര്യമില്ലാത്തവർക്കൊക്കെ ചട്ടിയിലും ഡ്രമ്മിലുമൊക്കെ നട്ടുവളർത്തുവാൻ പറ്റിയ ഒരു ഇനമാണ് ഇത്തരം ബഡ് ചെയ്ത കശുമാവ്. പണ്ടുകാലത്ത് നാട്ടിലൊക്കെ ധാരാളം കശുമാവ് കാണാമായിരുന്നു. പക്ഷേ എല്ലാവരും വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ വളരെ കുറവാണ്. 3 വർഷം മുമ്പ് മണ്ണുത്തിയിൽ പോയപ്പോൾ ഒരു നേഴ്സറിയിൽ നിന്ന് ബഡ് ചെയ്ത കശുമാവ് വാങ്ങിച്ചു വെച്ചതാണ്. ഇത്രയും വേഗം കശുമാങ്ങയുണ്ടാകും എന്ന് വിചാരിച്ചിരുന്നില്ല. 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ കായ്ച്ചു തുടങ്ങി. ഇതിൻ്റെ മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ്. ധാരാളം മാങ്ങയുണ്ടാകുന്നുണ്ട്. കാര്യമായ വളപ്രയോഗമോ ജലസേചനമോ ഇല്ലാതെ തന്നെ ധാരാളം കശുമാങ്ങയുണ്ടാകും. എല്ലാ വീട്ടിലും ഒരു തൈയെങ്കിലും നട്ടുവളർത്തുന്നത് വളരെ നന്നായിരിക്കും. കശുമാങ്ങയുടെ പോഷകമൂല്യവും ഔഷധഗുണവും പലർക്കും ശരിക്ക് അറിയില്ല. ഒരു നാരങ്ങയിൽ ഉള്ളതിനേക്കാൾ 5 ഇരട്ടി ജീവകം സി കശുമാങ്ങയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് വിറ്റാമിനുകൾ കശുമാങ്ങയിലുണ്ട്. ഒരുവിധം നേഴ്സറികളിൽ എല്ലാം കശുമാവിൻ തൈ വിൽപ്പനയ്ക്ക് ഉണ്ടാകും. ഒരു തൈ വാങ്ങിച്ചു വെച്ചാൽ വീട്ടാവശ്യത്തിനുള്ള കശുവണ്ടിയും മാങ്ങയും നമുക്ക് തന്നെ പൊട്ടിച്ചെടുക്കാം. ഇനി കശുവണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടനവധി പോഷകമൂല്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് കശുവണ്ടി. പ്രോട്ടീനുകൾ, കോപ്പർ, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നീ മിനറലുകളും കശുവണ്ടിയിൽ സമ്പുഷ്ടമായി അടങ്ങിയിരിക്കുന്നു. ഇനി നമുക്ക് പഴുത്ത ഒരു കശുമാങ്ങ പൊട്ടിച്ചു നോക്കാം. നല്ല വലിപ്പമുണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കാണാം. എല്ലാ കൂട്ടുകാരും ഒരു തൈയെങ്കിലും വാങ്ങിച്ചു വയ്ക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.